അസ്സലാമു അലൈക്കും. വിഷയം വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ എന്ത് ചെയ്യണം? ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം വളരെ വ്യത്യസ്തമാണ്. പണ്ട് ആളുകൾക്ക് ചെറിയ വീടും കുറച്ച് സൗകര്യങ്ങളും മാത്രമായിരുന്നുവെങ്കിലും ഹൃദയത്തിൽ സമാധാനമുണ്ടായിരുന്നു. ഇന്ന് നോക്കൂ, വലിയ വീട്, കാറ്, ഫ്ലാറ്റ്, സ്മാർട്ട് ഫോണുകൾ എല്ലാമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് വീട്ടിൽ സന്തോഷവും സമാധാനവുമില്ല? വീടുകൾ വലിയതാണ്, എന്നാൽ ഹൃദയം തളർന്നു പോകുന്നു. പല വീടുകളിൽ രാത്രിയിൽ വഴക്ക്, തർക്കം, മനസ്സിന്റെ അമിതഭാരം. സന്തോഷമില്ലാതായ വീട്ടിൽ എല്ലാവർക്കുമുള്ള പണം പോലും കുറവായിരിക്കും പോലെ തോന്നുന്നു. പലരും ചോദിക്കുന്നു, എനിക്ക് എല്ലാമുണ്ട്, എന്നാൽ എന്റെ സന്തോഷം എവിടെയാണ്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബറക്കത്തില്ലായ്മ. ഒരു ചെറിയ കഥ. ഒരു കുടുംബം, ഭർത്താവും ഭാര്യയും 2 കുട്ടികളും, നല്ല ജോലി, നല്ല വരുമാനം, എല്ലാവിധ സൗകര്യങ്ങളും. എന്നാൽ വീട്ടിനുള്ളിൽ ശാന്തിയില്ല. രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ സ്വപ്നങ്ങളും വിഷമങ്ങളും. ഈ കുടുംബം ഒരു സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നു: ബറക്കത്തില്ലാത്ത ഒരു വീട് വലിയതായാലും സമ്പന്നമായാലും സന്തോഷം തരുന്നില്ല. ബറക്കത്ത് എന്നത് അറബി വാക്കാണ്. പലരും ഈ വാക്ക് കേട്ടിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എത്ര പേർ മനസ്സിലാക്കുന്നു? ബറക്കത്ത് അർത്ഥമാക്കുന്നത് 1. ഉള്ളവയിൽ തൃപ്തി. പലരും ചിന്തിക്കാറുണ്ട്, എനിക്കെല്ലാമുണ്ട്, എന്നാൽ എനിക്ക് സന്തോഷം ലഭിക്കുന്നില്ല. അവിടെ ഒരു കാര്യം കാണേണ്ടതാണ്. നിങ്ങൾക്ക് കുറവുള്ളപ്പോഴും അതിൽ തൃപ്തിയുണ്ടെങ്കിൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകുന്നു. ഉദാഹരണത്തിന്, ഒരു ചെറിയ വീട്ടിൽ അല്പം ഭക്ഷണം മാത്രമുണ്ടായാലും എല്ലായ്പ്പോഴും ബന്ധങ്ങൾ സുഖകരമായിരുന്നെങ്കിൽ അവിടെയുണ്ടായ സന്തോഷം പണത്തിൻ്റെ അളവിലല്ല, ബറക്കത്തിലാണ്. 2. ഉള്ളതിൽ സന്തോഷം, സമാധാനം. ബറക്കത്തുള്ള വീട്ടിൽ വലിയ വീടുണ്ടാകാതിരുന്നാലും വലിയ വരുമാനമുണ്ടാകാതിരുന്നാലും ഹൃദയത്തിൽ ശാന്തി നിലനിൽക്കും. ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുന്നത്. കുട്ടികളുടെ ചിരി, കൂട്ടുകാരുടെ സ്നേഹം, ഭക്ഷണത്തിൽ ബിസ്മില്ലാഹ് പറയൽ, ഇതെല്ലാം ബർക്കത്തിന്റെ അടയാളങ്ങളാണ്. 3. അള്ളാഹുവിൻ്റെ അനുഗ്രഹം. വീട്ടിൽ ബർക്കത്തുണ്ടാകുമ്പോൾ അത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നാണ്. മനുഷ്യന്റെ പരിശ്രമം മാത്രമല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ആവശ്യമുണ്ട്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഖുർആൻ പഠിക്കാം. ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നുകൊടുക്കുമായിരുന്നു. പക്ഷേ അവർ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ചെയ്തു വെച്ചിരുന്നതിൻ്റെ ഫലമായി നാം അവരെ പിടികൂടി. സൂറത്തുൽ ആറാഫ് 7-96. ഇവിടെ പറയുന്നത് 2 പ്രധാന ഘടകങ്ങൾ. 1. ഈമാൻ, ഹൃദയത്തിൽ വിശ്വാസം. നമുക്ക് ഈമാൻ ഉള്ളപ്പോൾ ഹൃദയം ശാന്തവും വിശ്വാസത്തോടെയും നിറഞ്ഞിരിക്കും. പെട്ടെന്ന് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പോലും നമ്മെ അതിനോട് യോജിപ്പിക്കാനും തൃപ്തിയോടെ ഏറ്റെടുക്കാനും സാധിപ്പിക്കും. 2. തഖ്വ, അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് ജീവിക്കൽ. തഖ്വ അർത്ഥം നമ്മൾ പാപങ്ങൾ ഒഴിവാക്കുകയും എല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഓർമ്മിക്കുകയും ചെയ്യുന്നു. ഒരു വീട്ടിൽ എല്ലാ ആളുകളും തഖ്വ പാലിച്ചാൽ അവിടെ ശൈത്വാനിൻ്റെ ഇടം കുറയും, വഴക്കുകൾ കുറഞ്ഞു, ബന്ധങ്ങളിൽ സമാധാനം നിറയും. പഠിക്കേണ്ടത്, നമ്മുടെ വീടുകളിൽ ബറക്കത്തിന്റെ അടിസ്ഥാന ചുവടുകൾ ഈമാനാണ്, തഖ്വയാണ്. ഖുർആനിൽ പറയുന്നു, എന്നെ ഓർമ്മിക്കുകൂ, ഞാനും നിങ്ങളെ ഓർമ്മിക്കും. എനിക്ക് നന്ദി പറയുകൂ, എന്നെ നിരാകരിക്കുകയുമാകട്ടെ. സൂറത്തുൽ ബക്കറ 2-152. അള്ളാഹുവിൻ്റെ അനുഗ്രഹം വീട്ടിലുണ്ടാകാൻ നന്ദിയുള്ള മനസ്സ്, ഈമാൻ, പാവങ്ങളിൽ വിട്ടുകൂടൽ എല്ലാം പ്രധാനമാണ്. 4. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹ് പറയുക. ഈ ശീലങ്ങൾ പാലിക്കുന്നവരുടെ വീടുകളിൽ ഷെയ്ത്താൻ പ്രവേശിക്കില്ല. നബിയുടെ വീട് വലിയതല്ല, സമ്പന്നമല്ല, പക്ഷേ അവിടെ സമാധാനം നിറഞ്ഞിരുന്നു. എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടായിരുന്നു. ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാക്കാൻ ആദ്യം ബിസ്മില്ലാഹ് പറയുക, ഭക്ഷണം പങ്കിടുക, സന്തോഷത്തോടെ കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബർക്കത്തിൽ ലാളിത്യത്തിൽ, ഈമാനിലും നന്ദിയിലുമാണ്. ഒരു സഹാബിയുടെ കഥ. ഒരിക്കൽ അവൻ ദരിദ്രനായിരുന്നു. ചെറിയ വീട്, കുറച്ച് ഭക്ഷണം. ഒരു ദിവസം ഒരു അതിഥി വന്നു. ഭക്ഷണം മുഴുവൻ പോകുമെന്ന് തോന്നി. പക്ഷേ അവൻ അതിഥിക്കായി ഭക്ഷണം പങ്കുവച്ചു. അദ്ഭുതം, ഭക്ഷണം തീർന്നില്ല. എല്ലാവർക്കും മിതമായ സുഖം ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറഞ്ഞു, അള്ളാഹു ഈ വീട്ടിൽ ബറക്കത്തിറക്കിയിരിക്കുന്നു. ഇവിടെ പഠിക്കേണ്ടത് സദക്ക ചെയ്യുന്നത് ധനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. സമയം, സേവനം, മറ്റുള്ളവർക്കുള്ള സഹായം എല്ലാം സദക്കയിൽ ഉൾപ്പെടും. ഒരു ചെറിയ സദക്ക മനസ്സിൽ നിന്ന് നടന്നാൽ അതിൻ്റെ ബറക്കത്ത് വീട് മുഴുവൻ വ്യാപിക്കും. സ്നേഹം, കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമുള്ള സ്നേഹം, പരസ്പര ബഹുമാനം,
മനസ്സിലുള്ള കരുണ, ഇവ വീട്ടിലെ സമാധാനത്തിനും ബറക്കത്തിനും മികച്ച ഘടകങ്ങളാണ്. കുട്ടികളെ സ്നേഹത്തോടെ വളർത്തുന്ന മാതാപിതാക്കളുടെ വീടുകളിൽ ബറക്കത്ത് സ്വാഭാവികമായി വരുന്നു. ആത്മീയ മനസ്സ്, അള്ളാഹുവിനെ ഓർത്ത് ജീവിതം നയിക്കുന്നവർക്ക് ഹൃദയസമാധാനം കിട്ടും. ആചാരങ്ങൾ പാലിക്കൽ, നിത്യനമസ്കാരം, ഖുർആൻ വായന എന്നിവ വീട്ടിൽ സമാധാനം നിറയിക്കും. ആലോചനകളിൽ സമാധാനം, ഭാവി, പണം, കുട്ടികളുടെ കാര്യങ്ങൾ എന്നിങ്ങനെ ആശങ്കകളുള്ളത് സ്വാഭാവികമാണ്. വിശ്വാസം, തഖ്വ പാലിക്കൽ, ശാന്ത മനസ്സ് ഇത് ബറക്കത്തിനും ഹൃദയസമാധാനത്തിനും നിർണായകമാണ്. ഒരിക്കൽ മരുഭൂമിയുടെ അരികിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ദരിദ്രനായ കർഷകൻ താമസിച്ചിരുന്നു. അവന്റെ വീട് ചെറുതായിരുന്നു, പക്ഷേ അവന്റെ മുഖത്ത് എല്ലായ്പ്പോഴും ഒരു പ്രത്യേക ശാന്തതയുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ചിലർ പറഞ്ഞു, ഇവന് ഒന്നുമില്ല, പക്ഷേ എപ്പോഴും സന്തോഷം. ഒരു ദിവസം ഒരു സമ്പന്നനായ യാത്രക്കാരൻ ആ ഗ്രാമത്തിലെത്തി. അവൻ കർഷകന്റെ വീട്ടിൽ രാത്രി താമസിക്കാൻ അനുവാദം ചോദിച്ചു. കർഷകൻ പറഞ്ഞു, എനിക്ക് വലിയ വീടില്ല, പക്ഷേ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ഒരു ശുദ്ധ ഹൃദയമുണ്ട്. അവർ വീട്ടിൽ കയറി. വീട്ടിൽ വിലയേറിയ സാധനങ്ങളൊന്നുമില്ല. ഒരു പഴയ പായ, ഒരു ചെറുവിളക്ക്, ഒരു മൺപാത്രം. പക്ഷേ അവിടെ ഒരു അദൃശ്യമായ ശാന്തതയുണ്ടായിരുന്നു. ഭക്ഷണ സമയമായി. കർഷകൻ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് അന്നവും പച്ചക്കറികളും കൊണ്ടുവന്നു. യാത്രക്കാരൻ വിചാരിച്ചു, ഇത്ര കുറച്ച് ഭക്ഷണം കൊണ്ട് 2 പേർക്ക് എങ്ങനെ മതിയാവും? പക്ഷേ അവർ കഴിക്കാൻ തുടങ്ങി. അത്ഭുതകരമായി അവർക്ക് 2 പേർക്കും തൃപ്തിയായി. യാത്രക്കാരൻ അമ്പരന്നു. അവൻ ചോദിച്ചു, എന്താണ് നിന്റെ വീട്ടിലെ രഹസ്യം? കർഷകൻ പുഞ്ചിരിച്ചു. അവൻ പറഞ്ഞു, എന്റെ വീട് വലിയതല്ല, പക്ഷേ ഞാൻ ദിവസവും ഈ വീട്ടിൽ ഖുർആൻ വായിക്കും, അള്ളാഹുവിനെ സ്മരിക്കും, കിട്ടുന്നതിൽ നന്ദി പറയും, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കും. അവൻ ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ പറഞ്ഞു, അള്ളാഹു ഉള്ള സ്ഥലത്ത് കുറവില്ല, അവിടെ ബറക്കത്ത് മാത്രമേ ഉണ്ടാവൂ. യാത്രക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞു. അന്നുതന്നെ അവൻ മനസ്സിലാക്കി, സമ്പത്ത് കൂടുതലാകുന്നതല്ല ബർക്കത്ത്, സന്തോഷം കൂടുതലാകുന്നതാണ് ബർക്കത്ത്. അന്നു മുതൽ അവൻ തന്റെ ജീവിതശൈലി മാറ്റി. വീട്ടിൽ ബറക്കത്ത് കുറയാൻ കാരണങ്ങൾ നമുക്ക് തുറന്നു നോക്കാം. എന്താണ് ബറക്കത്തില്ലാതാക്കുന്നത് എന്ന്? പ്രധാന കാരണങ്ങൾ: 1. ഹറാം വരുമാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലാതാക്കും. 2. നമസ്കാരം ഉപേക്ഷിക്കൽ ഹൃദയത്തിൽ ശാന്തി ഇല്ലാതാക്കും. 3. മാതാപിതാക്കളെ വിഷമിപ്പിക്കൽ ദുഃഖം നിലനിർത്തുന്നു. 4. വീട്ടിൽ വഴക്ക്, ശബ്ദം, ശൈത്താൻ താമസിക്കുന്നു. 5. മൊബൈൽ, TV, സോഷ്യൽ മീഡിയ ഈമാൻ ഇല്ലാതാക്കുന്ന കണ്ടന്റ് കാണുന്നതും കേൾക്കുന്നതും. 6. നന്ദിയില്ലായ്മ, അല്പത്തിൽ തൃപ്തിയില്ല. ഹദീസ് ഉദാഹരണം: നമസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ വീട്ടിൽ അശാന്തി നിറയും. ഹദീസ് ബുഖാരി. അള്ളാഹുവിൻ്റെ അനുഗ്രഹം വീട്ടിലുണ്ടാകണമെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം: വീട്ടിലെ ബറക്കത്ത് വർദ്ധിപ്പിക്കാൻ 7 പ്രധാന കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫജർ നമസ്കാരത്തിന് ശേഷമുള്ള സമയം വീട്ടിൽ ബറക്കത്തിന്റെ സമയമാണ്. ഫജർ നമസ്കാരം വീട്ടിലെല്ലാവരും ചേർന്നു നടത്തുമ്പോൾ രാവിലെ ഹൃദയം ശുദ്ധമാകുന്നു. കുട്ടികൾക്ക് വലിയ മാതൃക ലഭിക്കുന്നു. വീട്ടിലെ മുഴുവൻ ദിവസത്തെയും പ്രവർത്തനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ ആരംഭിക്കുന്നു. 2. ഖുർആൻ വായന. ദിവസവും കുറച്ചെങ്കിലും ഖുർആൻ വായിക്കുക. ഭക്ഷണത്തിനും പാഠപുസ്തകത്തിനു മുൻപ് കുറച്ചു വായിക്കുക. കുട്ടികൾക്കും കേൾപ്പിക്കുക. 3. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹ് പറയുക. ചെറിയൊരു വാക്ക്, പക്ഷേ അതിൻ്റെ ബറക്കത്ത് വലുതാണ്. വീട്ടിലെ മുഴുവൻ ആളുകൾ ഭക്ഷണത്തിൽ ആദ്യം അള്ളാഹുവിൻ്റെ പേരോർത്താൽ ഭക്ഷണത്തിനും വീട്ടിനും ബറക്കത്തുണ്ടാകും. കുട്ടികൾക്കും ഈ ശീലം പതിവാക്കാം. 4. സദക്ക. ചെറിയതെങ്കിലും സ്ഥിരമായി സദക്ക നൽകുക. ദരിദ്രർക്ക് സഹായം ചെയ്യുക. മാതാപിതാക്കൾ, അയൽവാസികൾ, അനാഥർ ഏവരെയും സഹായിക്കുക. ഒരു ചെറിയ തുക, ചെറിയ സമയം, ചെറിയ സഹായം ഇത് വീട്ടിലെ സമാധാനവും സന്തോഷവും വർദ്ധിപ്പിക്കും. 5. മാതാപിതാക്കളുടെ ദുആ. മാതാപിതാക്കളുടെ ദുആ ബറക്കത്തിന്റെ ഏറ്റവും വലിയ മൂലധനം. മാതാപിതാക്കളുടെ അനുഗ്രഹം വീട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അനുഭവിക്കും. കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നതുകൊണ്ടും മാതാപിതാക്കളുടെ ദുആ ലഭിക്കും. അത് വീട്ടിലെ സമാധാനം വർദ്ധിപ്പിക്കും. 6. വീട്ടിൽ സലാം പറയുന്ന ശീലം. എല്ലാവരും വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുക. വൈകുന്നേരങ്ങളിൽ സലാം പരസ്പരം കൈമാറുക. ഹൃദയത്തിൽ സ്നേഹം വർദ്ധിക്കും. ശൈത്താന്റെ ഇടമൊഴിയുകയും സമാധാനം പകർന്നുകൊടുക്കുകയും ചെയ്യും. 7. നന്ദി പറയുന്ന മനോഭാവം. വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക. ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദി പറയുക. ഭക്ഷണം,
പണി, കുട്ടികളുടെ ചിരി, ഈമാൻ, തക്കുവ, സൽക്കർമ്മങ്ങൾ, ബറക്കത്ത്. ഈ ഓരോ ഘടകവും വീട്ടിലെ സമാധാനത്തിനും സന്തോഷത്തിനും നിർണായകമാണ്. സഹോദരങ്ങളെ, വലിയ വീടല്ല, വലിയ സ്മാർട്ട് ഫോണുകളല്ല, ബറക്കത്തുള്ള വീടാണ് നമ്മൾക്ക് വേണ്ടത്. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ബറക്കത്തില്ലാത്തതെല്ലാം ഇല്ലാതാക്കും. ദുആ: അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ ബറക്കത്തിറക്കണമേ, ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കണമേ, ബന്ധങ്ങളിൽ സ്നേഹം വർദ്ധിപ്പിക്കണമേ. ആമീൻ. കുറച്ചു സമയം കൊണ്ട് കൂടുതൽ അറിവ്, അതാണ് ഈ ചാനൽ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഈ അറിവ് എല്ലാവരിക്കും എത്തിക്കൂ. അസ്സലാമു അലൈക്കും.